ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിനോദ്സ് ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ ദ ഹിന്ദു ബേസ്ഡ് വൊക്കാബിൻ്റെ അടുത്ത പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ വീഡിയോ. ഓക്കെ, സോ ഇന്നത്തെ ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ടാൻഡം. ടാൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും രണ്ട് സാധനങ്ങളോ അല്ലെങ്കിൽ രണ്ട് ആൾക്കാർ എന്തെങ്കിലും കാര്യം ഒത്തൊരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ടാൻഡം എന്ന് പറയും. ഓക്കെ, വെൻ സംതിങ് ഇസ് ഡൺ ടുഗെദർ ദെൻ വിൽ കോൾ ഇറ്റ് ആസ് ടാൻഡം. ഓക്കെ, സോ ഇവിടെ നോക്ക്, ദ റിസർച്ചേഴ്സ് വർക്ക്ഡ് ഇൻ ടാൻഡം ടു കംപ്ലീറ്റ് ദ സ്റ്റഡി ഓൺ ടൈം. അപ്പോൾ ഈ റിസർച്ചേഴ്സ് എല്ലാം കൂടി ഒത്തുചേർന്ന് വർക്ക് ചെയ്ത് എന്തിനു വേണ്ടി? ആ സ്റ്റഡീനെ സമയത്ത് തീർക്കാൻ വേണ്ടി, ആ സ്റ്റഡി കംപ്ലീറ്റ് ആയിട്ട് സമയത്ത് തീർക്കാൻ വേണ്ടി. ഓക്കെ, ലെറ്റ്സ് സീ ദ സിനോണിംസ് ഫോർ ദിസ്: ടുഗെദർ അല്ലെങ്കിൽ ഇൻ യൂണിസൺ. അതുപോലെ ആന്റോണിയം എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ്ലി, ഇൻഡിപെൻഡൻ്റ്ലി. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ ഡിസിപ്പേറ്റഡ്. ഡിസിപ്പേറ്റഡിന് രണ്ട് തരത്തിലുള്ള അർത്ഥമുണ്ട്. ഒന്നൊരു അഡ്ജക്റ്റീവായിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനാവശ്യമായിട്ടുള്ള വൃത്തികെട്ട സ്വഭാവങ്ങളിൽ സമയം കഴിക്കുന്നതോ അല്ലെങ്കിൽ ജീവിതം നശിപ്പിക്കുന്നില്ലേ, അതിനെ ഡിസിപ്പേറ്റഡ് എന്ന് പറയുന്നത്. നശിപ്പിക്കുന്നതാണ് അത് ബേസിക്കലി അർത്ഥം. സോ ഡിസ്ക്രൈബിങ് സമ്മൺ ഹു ഇൻഡൾജസ് എക്സസീവ്ലി ഇൻ സെൻഷ്വൽ പ്ലഷേഴ്സ് എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവത്തിൽ, അല്ലെങ്കിൽ വേസ്റ്റ്ഫുൾ ഹാബിറ്റ്സ്. ഫോർ എക്സാമ്പിൾ, സെക്ഷുവൽ ഹാബിറ്റ്സ് മാത്രമായിരിക്കണമെന്നില്ല, ഈ കഞ്ചാവടി, വെള്ളമടി അങ്ങനെയൊക്കെ ആക്കിയിട്ട് ജീവിതം നശിപ്പിക്കുന്നവരാണ് ഡിസിപ്പേറ്റഡ് എന്ന് പറയും, ആ ഒരു ബിഹേവിയറിന് അല്ലെങ്കിൽ ആ പേഴ്സണിന്. അതുപോലെ വേർബിൽ റെഫർ ചെയ്യുമ്പോൾ എന്താണ്? സ്പ്രെഡ് ഔട്ട് അല്ലെങ്കിൽ ഡിസ്പേഴ്സ് ചെയ്യുക, സ്കാറ്റർ ആവുക, അതിനെ ഡിസിപ്പേറ്റഡ് എന്ന് പറയും. ആസ് എ വേർബ് അതിൻ്റെ അർത്ഥം ഡിസ്പേഴ്സ് ആവുക, സ്കാറ്റർ ആവുക. അഡ്ജക്റ്റീവ് അർത്ഥം നശിപ്പിക്കുക എന്നുള്ളത്. സോ അഡ്ജക്റ്റീവ് യൂസേജ് എന്താണ്? ഹിസ് ഡിസിപ്പേറ്റഡ് ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ മോശമായ ലൈഫ് സ്റ്റൈൽ കാരണം ഫൈനാൻഷ്യൽ അവന് നഷ്ടങ്ങളുണ്ടായി. ഓക്കെ, രണ്ടാമത്തത് ഇവിടെ പറയുന്നതാണ് ദ മോർണിംഗ് ഫോഗ് ഡിസിപ്പേറ്റഡ് ആസ് എ സൺ റോസ് ഹയർ ഇൻ ദ സ്കൈ. അപ്പോൾ രാവിലെയുള്ള ഫോഗ്, സണ്ണ് മുകളിലോട്ട് ഹൈ ആയപ്പോൾ എന്താണ്, വെയിൽ ചൂടടിച്ച് തുടങ്ങിയപ്പോൾ ഫോഗ് എന്തായി? ഡിസിപ്പേറ്റഡ് ആയി, ഡിസ്പേഴ്സ് ആയി, സ്പ്രെഡ് ഔട്ട് ആയി, തീർന്നു. ഓക്കെ, സോ മറ്റേതിൻ്റെ സിനോണിം, മുകളിലത്തെ സിനോണിം ഡിബോഷ്ഡ് അല്ലെങ്കിൽ ഇമ്മോറൽ. അതിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ വെർച്വസ് എന്ന് പറഞ്ഞാൽ മോശമുള്ള സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് വെർച്വ ആയിട്ടുള്ള സ്വഭാവം, പ്യുവർ ആയിട്ടുള്ള സ്വഭാവം. മറ്റേ രണ്ടാമത്തെ മീനിങ് ഡിസ്പേഴ്സിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ് ചെയ്യുന്ന സിനോണിം സ്കാറ്റേർഡ്. ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുക, ഗ്യാദർ ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് ദ മീനിങ് ഓഫ് ദിസ് പെർട്ടിക്കുലർ വേർഡ്. ഇനി അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇൻട്രിൻസിക് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻ്റെ ഉള്ളിലുള്ള ബേസിക് ബിഹേവിയേഴ്സ്, അത് ബേസിക് ആയിട്ട് നമ്മൾ ഇൻഹെറൻറ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ബിഹേവിയറിനാണ് നമ്മൾ ഇൻട്രിൻസിക് എന്ന് പറയുന്നത്. സോ ബേസിക്കലി സംതിങ് വിച്ച് ഇസ് ഇൻഹെറൻറ്റ് ആൻഡ് എസെൻഷ്യൽ ടു ദ നേച്ചർ ഓഫ് എ പേഴ്സൺ ഓർ എ തിങ്. ചില സ്വഭാവങ്ങളുണ്ട്, അതില്ലാതെ നമ്മൾ ഐഡൻറ്റിറ്റിനെ നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു സംഭവം ഉണ്ടാവും. അതാണ് നമ്മൾ ഇൻട്രിൻസിക് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള. സോ honesty is an intrinsic part of her character. So അവളുടെ ക്യാരക്ടറിലുള്ള ഏറ്റവും ഇൻഹെറൻറ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഓണസ്റ്റിയാണ്. അത് അവളെ വിട്ട് മാറില്ല. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മീൻസ്. അങ്ങനെയുള്ളവർക്ക് വളരെ മോശമുള്ള കാലമാണ് കേട്ടോ. സത്യസന്ധമായിട്ടുള്ളവർക്ക് ഒന്നും പറയണ്ട. എനിവേസ്, സിനോണിം എന്ന് പറയുന്നത് ഇൻഹെറൻറ്റ് അല്ലെങ്കിൽ ഇന്നേറ്റ്. രണ്ട് ഇന്നേറ്റ് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻഹെറൻറ്റ് ക്വാളിറ്റീസ് എല്ലാം സെയിം തന്നെയാണ്. ആൻറ്റോണിം എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ. ഓക്കെ, വളരെ സിമ്പിൾ വേർഡാണ്, ബട്ട് വെരി കോമൺലി യൂസ്ഡ് ആണ്. അടുത്ത് സർമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സർമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ഫാക്ച്വൽ എവിഡൻസ് ഒന്നും ഇല്ലാതെ വെറുതെ ഗസ് ചെയ്യണില്ലേ? ഓക്കെ, ഗസ് വർക്ക് അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യണം. ചുമ്മാ നമുക്ക് കാര്യങ്ങളും ഡീറ്റെയിൽ അറിയില്ല, പക്ഷെ നമ്മൾ വെറുതെ അങ്ങ് ഗസ് ചെയ്യാണ്, കൺക്ലൂഡ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? സർമൈസ് എന്ന് പറയുന്നത്. സപ്പോസ് ഓർ ഗസ് സംതിങ് വിതൗട്ട് ഹാവിങ് ഫേം എവിഡൻസ്. ഷീ സർമൈസ് ദാറ്റ് ഹി വാസ് നോട്ട് ടെലിംഗ് ദ ട്രൂത്ത് ബേസ്ഡ് ഓൺ ഹിസ് നെർവസ് ബിഹേവിയർ. സോ ആ ആള് വളരെ കുറച്ച് നെർവസ് ആയിട്ട് ബിഹേവ് ചെയ്യായിരുന്നു. അത് കണ്ട ഉടനെ അവൾ എന്ത് തീരുമാനിച്ചു? ജനറലി നമ്മൾ ഒരാൾ കള്ളം പറയുമ്പോഴാണ് നെർവസ് ആയിട്ട് ബിഹേവ് ചെയ്യണമെന്നാണ് വിശ്വാസം. അപ്പോൾ അവൾ കണ്ടത് എന്താണ്? അവൻ നെർവസ് ആയിട്ട് ബിഹേവ് ചെയ്യണം. അതിൻ്റെ അർത്ഥം അവൾ സർമൈസ് ചെയ്തു അല്ലെങ്കിൽ ഗസ് ചെയ്തു ദാറ്റ് ഹി ഈസ് നോട്ട് ടെലിംഗ് ദ ട്രൂത്ത്. സിനോണിം എന്ന് പറഞ്ഞാൽ ഗസ്, സ്പെക്കുലേറ്റഡ്. ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ പ്രൂവ്ഡ് ഓർ കൺഫേംഡ്. ഗസ് ചെയ്യാതെ പ്രൂഫോടെ ഇടുന്നത്. അടുത്ത് ഇൻകോറിജിബിൾ. ഇൻകോറിജിബിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വഭാവത്തെയോ ഒരു തരത്തിലും തിരുത്താൻ പറ്റില്ല എന്ന് പറയണില്ലേ, അതിനാണ് ഇൻകോറിജിബിൾ എന്നാണത്. എന്നിട്ട് നമ്മൾ മലയാളത്തിൽ പറയണല്ലോ, എന്നെ തല്ലൻ്റെ അമ്മാവാ ഞാൻ നന്നാവില്ല. അത് തന്നെയാണ് ഇൻകോറിജിബിൾ ബിഹേവിയർ. ഓക്കെ, സോ ഹി വാസ് എ ഇൻകോറിജിബിൾ പ്രാങ്സ്റ്റർ ഓൾവേസ് കോസിങ് ട്രബിൾ ഇൻ ക്ലാസ്. പ്രാങ്സ്റ്റർ എന്ന് അറിയാലോ, കളി ഓരോ തമാശയൊക്കെ ഉണ്ടാക്കുന്നവർ. സോ അവന് ഒരു തരത്തിലും തിരുത്താൻ പറ്റണില്ല, എന്നിട്ട് എന്നും ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നു. ഓക്കെ, സോ സിനോണിം എന്ന് പറയുന്നത് അൺറിഫോമബിൾ, റിഫോം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഹാബിച്വൽ, അവൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റില്ല. ആൻറ്റോണിം റിഫോമബിൾ, കറക്റ്റബിൾ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര തന്നെ. പ്ലീസ് മേക്ക് ഷുവർ വീഡിയോ കാണുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ആൻഡ് ലൈക്ക് ചെയ്യുക, ആൻഡ് റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്.
സോ താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.